ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ DIY ജ്വല്ലറി ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ ചാനൽ ആദ്യത്തെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം കാർഡ്ബോർഡിൽ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി അത് മുറിച്ചെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് പിന്നെയും തുറന്നിട്ട് അതൊരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കിയിട്ട് ബാക്കിയിട്ട് വെട്ടി കൊടുക്കുക. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. പശ വെച്ച് ഒട്ടിച്ചാൽ ഒട്ടൂല, അപ്പോൾ ടാപ്പ് വെച്ച് ഒട്ടിക്കുക. വീടുകളിൽ കാണുന്ന പോലെ ഫുള്ളായി ടാപ്പ് ഒട്ടിക്കണ്ട. ആദ്യം കുറച്ച് ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കുക, പിന്നെ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് നിന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ തൊട്ടി നിൽക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് എടുക്കുക. അതിൽ ഞാൻ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്യുക. ഞാൻ പെന്ന് വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇനി അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ കീറി പോകും കേട്ടോ ഫുള്ള്. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ കോലൊന്ന് കയറ്റി കൊടുക്കുക. അങ്ങനെ കോല് ഞാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ നിൽക്കുകയും ചെയ്യും. ഇനി മറ്റേ റൗണ്ടിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഞാൻ നോർമൽ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇനി ടാപ്പ് അതിൻ്റെ ആ സൈഡിലൂടെയും കൂടി ഒന്ന് ഒട്ടിക്കുക. വീട്ടിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കാം. അതിന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒട്ടിക്കാം. ഇനി അതിൻ്റെ ആ കോല് വെച്ച ഭാഗത്തും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. 3 പീസ് എടുത്തിട്ട് 3 ഭാഗത്ത് ചൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ സൈഡ് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കുക. ഇനി ഞാൻ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു സർക്കിൾ ഞാൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ആ കോണിൻ്റെ മേൽഭാഗത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂവും ഓറഞ്ച് പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. രണ്ടുമ്പോൾ ഞാൻ ഓറഞ്ചും ആ റൗണ്ടുമ്പോൾ ഞാൻ ബ്ലൂ ആണ് അടിച്ചെടുക്കുന്നത്. ഞാൻ ആദ്യം ബ്ലൂ അടിച്ച് തുടങ്ങുന്നുണ്ട്. നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചില്ലേ, ആ ഭാഗത്ത് ഒന്ന് ബ്ലൂ അടിച്ചെടുക്കാം ഒരു നീറ്റ്നെസ്സിന് വേണ്ടി. അടുത്തത് ഞാൻ ഓറഞ്ച് തണ്ടീനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളറും പാറ്റേണും ഒക്കെ അടിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ആ ബ്ലൂമേ കുറച്ച് സ്പ്രിങ്കിളായിട്ട് കുറച്ച് പുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഇതാണ് ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട ഒരു കോലി പോലെ തോന്നുന്നുള്ളൂ. ഇനി ഉപകാരം കാണിച്ചു തരാം. നമ്മൾക്ക് സ്ക്രഞ്ചീസോ മുടിപണ്ണ് അങ്ങനെ കുറേ ഇതുണ്ടാവുമല്ലോ, അത് ഇതിലൊന്ന് ഇട്ട് വെക്കാം നമുക്ക്.
വളകളും ഉണ്ടാവുമല്ലോ, വളകളും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സാധനം, യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.